എല്ലാ പ്രേക്ഷകർക്കും വൈറൽ ചായയുടെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം നമ്മൾ സംസാരിച്ചത് കളങ്കാവൽ എന്ന സിനിമയെ പറ്റി തന്നെയാണ്. അതുകൊണ്ട് നമുക്ക് ഇന്നത്തെ ദിവസവും ആദ്യത്തെ ഒരു എപ്പിസോഡായിട്ട് അല്ലെങ്കിൽ ആദ്യത്തെ ഒരു സ്റ്റോറി ആയിട്ട് നമുക്ക് കളങ്കാവൽ തന്നെ നോക്കാം. കഴിഞ്ഞ ദിവസം മമ്മൂക്കയുടെ ഏറ്റവും പുതിയ ചിത്രമായ കളങ്കാവൽ റിലീസിനെത്തി. ആരാധകർ ഉൾപ്പെടെ വലിയ ആവേശത്തോടെ സിനിമ സ്വീകരിച്ചു. സിനിമയ്ക്ക് അൾട്രാ പോസിറ്റീവ് റിവ്യൂ ആണ് ആദ്യ ദിനത്തിനും ആദ്യ ഷോയ്ക്ക് ശേഷം കിട്ടിയത്. ആണല്ലോ? ആണ്. അപ്പോൾ ഒരു സാധാരണ സിനിമയ്ക്ക്, പ്രത്യേകിച്ച് ഒരു മെഗാസ്റ്റാറിൻ്റെ സിനിമയ്ക്ക് ഒരു അൾട്രാ പോസിറ്റീവ് റിവ്യൂ, ഒരു അതിഗംഭീര റിവ്യൂ, ഒരു അതിഗംഭീരമായ റെസ്പോൺസ് എല്ലാ പ്രേക്ഷകരുടെ ഭാഗത്ത് നിന്ന് വരുമ്പോഴേക്കും ഉണ്ടാകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? അതിനുശേഷമുള്ള മാറ്റിനി, ഫസ്റ്റ് ഷോ, സെക്കൻഡ് ഷോ, ഇതിനൊക്കെ അതിഗംഭീരമായ ബുക്കിങ്ങുകളുണ്ടാവും അല്ലേ? കഴിഞ്ഞ ദിവസം ഉണ്ടായതും അതുതന്നെയാണ്. ഏകദേശം 102ഓളം എക്സ്ട്രാ ഷോകളാണ് പിന്നീട് ചാർട്ട് ചെയ്യപ്പെട്ടത്. പലയിടത്തും ലേറ്റ് നൈറ്റ് ഷോസ് അറേഞ്ച് ചെയ്തു. ഇനി ശനിയും ഞായറും, ഇന്നും നാളെയും ഒക്കെ ആയിട്ട് തന്നെ വലിയ തിരക്കൊക്കെയാണ് തിയേറ്ററുകളിൽ അനുഭവപ്പെടാൻ പോകുന്നത് എന്നുള്ളതൊക്കെ വാസ്തവം തന്നെയാണ്. കളങ്കാവലിന് റിലീസിന് മുന്നേ തന്നെ ഒരു ചെറിയ ഹൈപ്പ് ഉണ്ടായിരുന്നു. മമ്മൂട്ടി വില്ലനായി എത്തുന്നു, വിനായകൻ വരുന്നു. കുറച്ച് നാളുകൾക്ക് ശേഷമുള്ള മമ്മൂട്ടിയുടെ ചിത്രമാണ് തിയേറ്ററുകളിൽ റിലീസ് ചെയ്തത്. അങ്ങനെ കുറച്ചൊരു ഹൈപ്പിലെത്തിയ സിനിമ ആദ്യ ഷോയ്ക്ക് ശേഷം അതിഗംഭീരമായ പ്രതികരണത്തിലേക്ക് പോയി. അപ്പോൾ അത് കുറച്ചുകൂടെ എക്സ്ട്രാ ബൂസ്റ്റ്, എക്സ്ട്രാ മൈലേജ് ആണ് ആഡ് ചെയ്തത്. പക്ഷേ എത്രയൊക്കെ എക്സ്ട്രാ ബൂസ്റ്റും എക്സ്ട്രാ മൈലേജ് ഒക്കെ ചെയ്തെന്ന് പറഞ്ഞാൽ പോലും ലാലേട്ടൻ്റെ റെക്കോർഡിന് അടുത്തെത്താൻ പോലും മമ്മൂട്ടി ചിത്രമായ കളങ്കാവലിന് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ആദ്യ ദിവസത്തെ റിപ്പോർട്ടുകളോടി തന്നെ മനസ്സിലാകുന്നത്. ബുക്ക് മൈ ഷോയിൽ അടുത്ത കാലത്തായി വന്നൊരു കാര്യമാണ് ട്രെൻഡിങ് എന്ന് പറയുന്നത്. അതായത് ഓരോ മണിക്കൂറിലും ബുക്ക് ചെയ്യപ്പെട്ട ടിക്കറ്റുകൾ, ഒരു 24 മണിക്കൂറിന് ശേഷം ബുക്ക് ചെയ്യപ്പെട്ട ടിക്കറ്റുകളുടെ എണ്ണം, ഇതൊക്കെ കൃത്യമായ കണക്കുകൾ ബുക്ക് മൈ ഷോ ആപ്പ് വഴി നമുക്ക് ലഭിക്കുകയും ചെയ്യും. സാധാരണക്കാരായ ഏത് പ്രേക്ഷകരും ലഭിക്കുകയും ചെയ്യും. അങ്ങനൊരു ഫെസിലിറ്റി ബുക്ക് മൈ ഷോ കൊണ്ടുവന്നതിന് പിന്നാലെയാണ് ഏറ്റവും കൂടുതൽ ആരാധകരെ തിയേറ്ററിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുന്ന, ഏറ്റവും കൂടുതൽ ആളുകൾ തിയേറ്ററിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുന്ന താരം ആരാണെന്ന് ഉൾപ്പെടെയുള്ള ചോദ്യചിഹ്നങ്ങൾ സമൂഹ മാധ്യമങ്ങൾ ഉൾപ്പെടെ ഉയരാൻ തുടങ്ങിയത്. അതിലൂടെയാണ് ഇപ്പോൾ ഈ കണക്ക് പുറത്തുവിടുന്നത്. കളങ്കാവൽ ആദ്യ ദിനം, അതായത് ബുക്കിംഗ് തുടങ്ങി 24 മണിക്കൂറിന് ശേഷം ബുക്ക് ചെയ്യപ്പെട്ട ടിക്കറ്റുകളുടെ എണ്ണം എന്ന് പറയുന്നത് 1,94,000 ടിക്കറ്റുകളാണ്. അതിഗംഭീരമായ കണക്കാണ് കേട്ടോ, ഒരിക്കലും ഇല്ലെന്നല്ല പറയുന്നത്. ഒരു മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം ഏകദേശം അടുപ്പിച്ച് 2 ലക്ഷത്തോളം ടിക്കറ്റുകൾ ആദ്യത്തെ ദിവസം ബുക്ക് ചെയ്യപ്പെടുക എന്ന് പറയുന്നത് ചെറിയ കാര്യമൊന്നുമല്ല. മമ്മൂട്ടി എന്ന് പറയുന്ന താരത്തിൻ്റെ ബോക്സ് ഓഫീസ് പവർ എങ്ങും പോയിട്ടില്ല എന്നത് സൂചിപ്പിക്കുകയും കൂടി ചെയ്യുന്നതാണ് കളങ്കാവലിൻ്റെ ഈ ഒരു ബുക്കിംഗ് എന്ന് തന്നെ പറയാൻ. ഓർക്കണം, എക്സ്ട്രാ പോസിറ്റീവ് റിപ്പോർട്ടുകളായിരുന്നു എന്നതും കൂടി ഓർക്കുക. അവിടെ നിന്നുകൊണ്ടാണ് കൗണ്ടർ ചെയ്തുകൊണ്ട് മോഹൻലാൽ ആരാധകർ ഇപ്പോൾ ചില കണക്കുകളുമായിട്ട് രംഗത്തെത്തുന്നത്. ആദ്യം അവർ മുന്നോട്ട് കൊണ്ടുവരുന്ന കണക്കെന്ന് പറയുന്നത് എമ്പുരാനാണ്. എമ്പുരാൻ്റെ റിലീസിന് ശേഷം നമുക്കറിയാം വലിയ അഭിപ്രായങ്ങളല്ല കിട്ടിയിരുന്നത്. സമ്മിശ്രമായ പ്രതികരണങ്ങൾ, ലൂസിഫറിനെ വാലിൽ കെട്ടാൻ പോലും എമ്പുരാൻ ഉണ്ടായിരുന്നില്ല തുടങ്ങി നിരവധി കമൻറ്റുകൾ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. അങ്ങനെ ബുക്കിംഗ് തുടങ്ങിയ എമ്പുരാന് ഒരു ദിവസം പിന്നിടുമ്പോഴുണ്ടായിരുന്ന ബുക്കിങ്ങുകൾ എത്രയെന്നറിയാവോ? 3,79,000 ടിക്കറ്റുകളായിരുന്നു. അതായത് ഈ കളങ്കാവൽ എന്ന സിനിമ 2 ലക്ഷത്തിന് അടുപ്പിച്ചെത്തിയിട്ടുണ്ടെങ്കിൽ അവിടെ എമ്പുരാൻ 4 ലക്ഷത്തിന് അടുപ്പിച്ചെത്തിയിട്ടുണ്ട്. അതായത് 2 ഇരട്ടി കണക്കാണ്. അതായത് ഒരു നെഗറ്റീവ് അല്ലെങ്കിൽ ആവറേജ് റിവ്യൂ കിട്ടിയ സിനിമയ്ക്ക് മമ്മൂട്ടിയുടെ എക്സ്ട്രാ പോസിറ്റീവ് റിപ്പോർട്ട് കിട്ടിയ സിനിമയേക്കാൾ 2 ഇരട്ടി മാർജിനിൽ കൊലത്തൂക്ക് എന്നൊക്കെ പറയാം. ആ ഒരു രീതിയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ മാറിയിരിക്കുന്നത് എന്നാണ് മോഹൻലാൽ ആരാധകർ കണക്കുകൾ ഉൾപ്പെടെ സൂചിപ്പിക്കുന്നത്. അത് വ്യാജ കണക്കുകളുമല്ല. എമ്പുരാൻ്റെ റിലീസിന് മുമ്പ് നമുക്കറിയാം ഇന്ത്യൻ സിനിമയിൽ തന്നെ ഇതുവരെ ഉണ്ടാകാൻ കഴിയാത്ത ചരിത്രപരമായ റെക്കോർഡ് സൃഷ്ടിച്ചാണ് എമ്പുരാൻ പോയത്. അതായത് 6,25,000 ടിക്കറ്റുകളാണ് റിലീസിന് മുന്നേ ഉള്ള ആദ്യത്തെ 24 മണിക്കൂർ, അതായത് ബുക്കിംഗ് തുടങ്ങിയ ആദ്യത്തെ 24 മണിക്കൂറുള്ളിൽ 6,25,000 ടിക്കറ്റുകളാണ് ബുക്ക് മൈ ഷോ വഴി, ആപ്പ് വഴി മാത്രം വിറ്റഴിക്കപ്പെട്ടത്. ഇന്ത്യൻ സിനിമയിൽ തന്നെ ഈ റെക്കോർഡില്ല. ഞാൻ പറയുന്നത് റിലീസിന് ശേഷം സമ്മിശ്ര അഭിപ്രായം കിട്ടി, റിലീസിന് ശേഷമുള്ള അടുത്ത 24 മണിക്കൂറിൻ്റെ കണക്കാണ്. അതായത് നെഗറ്റീവും ആവറേജ് റിപ്പോർട്ടും കിട്ടിയ എമ്പുരാൻ്റെ ബുക്കിംഗ് ആണ് 3,79,000 ടിക്കറ്റ്. എന്നാൽ അൾട്രാ പോസിറ്റീവും എക്സ്ട്രാ പോസിറ്റീവും റിവ്യൂവേഴ്സ് എല്ലാവരും കൂടി എടുത്ത് തലയിൽ കയറ്റുന്ന കളങ്കാവലിനാവട്ടെ 1,93,000 ടിക്കറ്റുകൾ മാത്രമാണ് വിറ്റഴിക്കാൻ സാധിച്ചതെന്നുള്ള കണക്കുകളും കൂടി പുറത്തു വരികയാണ്. ഇനി എമ്പുരാൻ നിങ്ങൾ മാറ്റി വയ്ക്കും. എമ്പുരാനാവട്ടെ ഒരു ആവറേജ് റെക്കോർഡ്, ലൂസിഫർ എന്ന സിനിമയുടെ 2ാം ഭാഗം. അപ്പോൾ സ്വാഭാവികമായും ഇന്ത്യൻ സിനിമ ഒട്ടാകെ തന്നെ ഉറ്റുനോക്കുന്ന 2ാം ഭാഗമാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് എമ്പുരാൻ എങ്ങനെയായിരിക്കണം എന്ന ആഗ്രഹമൊക്കെ വിചാരിക്കാം. അതുകൊണ്ട് നമുക്ക് എമ്പുരാൻ തൽക്കാലത്തേക്കൊന്ന് മാറ്റി വയ്ക്കാം. നമുക്കൊരു സ്റ്റാൻഡ് ലോൺ സിനിമ ഓടിക്കാം. സ്റ്റാൻഡ് ലോൺ സിനിമ ഏതാണ്? തരുൺ മൂർത്തിയുടെ സംവിധാനത്തിൽ മോഹൻലാൽ നായകനായി രജപുത്ര രഞ്ജിത്ത് നിർമ്മിച്ച തുടരും എന്ന സിനിമയാണ്. തുടരും എന്ന സിനിമയുടെ ബോക്സ് ഓഫീസ് കളക്ഷൻ എത്രയെന്ന് അറിയാമോ? അതായത് ബുക്കിംഗ് തുടങ്ങി അടുത്ത 24 മണിക്കൂറിനുള്ളിൽ തുടരും നേടിയ ടിക്കറ്റുകളുടെ എണ്ണം എന്ന് പറയുന്നത് 4,20,000 ടിക്കറ്റുകളാണ്. അതായത്
ഒരു മോഹൻലാൽ ചിത്രത്തിന് അൾട്രാ പോസിറ്റീവ് എക്സ്ട്രാ പോസിറ്റീവ് റിപ്പോർട്ടുകളും മമ്മൂട്ടി ചിത്രമായ കളങ്കാവലിന് എക്സ്ട്രാ പോസിറ്റീവ് റിപ്പോർട്ടുകൾ, ഇത് രണ്ട് തട്ടിൽ വെക്കുക. മമ്മൂട്ടി ചിത്രമായ കളങ്കാവലിന് എക്സ്ട്രാ പോസിറ്റീവ് റിപ്പോർട്ടുകൾ കിട്ടുമ്പോൾ കിട്ടിയ ടിക്കറ്റുകളുടെ എണ്ണം എന്ന് പറയുന്നത് 1,94,000 ടിക്കറ്റുകളും, നേരെ മറിച്ച് മോഹൻലാൽ ചിത്രത്തിന് എക്സ്ട്രാ പോസിറ്റീവ് റിപ്പോർട്ടുകൾ കിട്ടിയപ്പോഴുള്ള ടിക്കറ്റുകളുടെ എണ്ണം എന്ന് പറയുന്നത് 4,20,000 ടിക്കറ്റാണ്. അതായത് ഇരട്ടിയിൽ കൂടുതൽ ടിക്കറ്റുകൾ മമ്മൂട്ടി ചിത്രത്തിനേക്കാൾ കൂടുതൽ ഇവിടെ തുടരും നേടി എന്നുള്ളതാണ് ആദ്യത്തെ 24 മണിക്കൂറിലെ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. അവിടെ നിന്ന് തന്നെ കാര്യങ്ങൾ വ്യക്തമാണ്. അതായത് ഒരു രണ്ടാം ഭാഗത്തിനോ അല്ലെങ്കിൽ ഒരു സീക്വലിനോ അല്ലെങ്കിൽ ഒരു സ്റ്റാൻഡ് അലോൺ സിനിമ അല്ലാത്ത ഒരു സിനിമയ്ക്കോ ഒന്നും നേടാൻ കഴിയാത്ത റെക്കോർഡാണ് തുടരും ഒരു സ്റ്റാൻഡ് അലോൺ സിനിമയാണ്. അതിനാണ് ഈ ഒരു ഭീകരമായ റെക്കോർഡുകൾ വന്നിരിക്കുന്നത്. അതാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ മമ്മൂട്ടി മോഹൻലാൽ ചർച്ചകൾക്കൊക്കെ വലിയ രീതിയിൽ സജീവമായി മാറുന്നത്. കളങ്കാവൽ ഒരിക്കലും ഒരു മോശം സിനിമയല്ല. കഴിഞ്ഞ ദിവസം തന്നെ റിവ്യൂകളിൽ നമ്മൾ പറഞ്ഞതാണ്, അതിഗംഭീരമായ പ്രകടനമാണ് മമ്മൂട്ടിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. നല്ലൊരു തിരക്കഥയും ജിതിൻ കെ ജോസ് എന്ന സംവിധായകൻ്റെ മികവും ഒക്കെ തന്നെ ഈ സിനിമയിൽ എറിച്ചു നിൽക്കുന്നുണ്ട്. മുജീബ് മജീദ് എന്ന മ്യൂസിക് ഡയറക്ടറും അതിഗംഭീരമായി ഈ സിനിമയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. വിനായകനും അടിപൊളിയായിരുന്നു. കാസ്റ്റ് വൈസ് ഗംഭീരമായിരുന്നു. പിന്നിൽ പ്രവർത്തിച്ചവരും അതിഗംഭീരമായി പ്രവർത്തിച്ച സിനിമ, അതിഗംഭീരമായ സിനിമയും കൂടിയാണ് കളങ്കാവൽ. ഒരു തർക്കവുമില്ല അക്കാര്യത്തിൽ. സംശയത്തിൻ്റെ ഒരു നൂലിഴ പോലും അക്കാര്യത്തിൽ ഞാൻ മുന്നോട്ട് വയ്ക്കുന്നില്ല. പക്ഷേ രണ്ട് സിനിമകൾക്ക്, രണ്ട് താരങ്ങൾക്ക് ഒരേ തരത്തിലുള്ള പോസിറ്റീവ് റിവ്യൂസ് കിട്ടുമ്പോഴാണ് ഇത്രയും ഭീകരമായ ഡിഫറൻസ്. അതിൻ്റെ അർത്ഥം എന്താണ്? മലയാളി സിനിമാ പ്രേമികൾ ആരെയാണ് കൂടുതൽ നോക്കുന്നത്? ഈ 4,20,000 എന്ന തുടരും സിനിമയുടെ ടിക്കറ്റുകൾ 4,20,000 കൊണ്ടുപോയത് മോഹൻലാൽ ഫാൻസ് അസോസിയേഷനിലുള്ള ആളുകളല്ലല്ലോ, സാധാരണക്കാരായ ന്യൂട്രൽ ഓഡിയൻസ് ആണ്. നേരെ മറിച്ച് ഇവിടെയും ഏകദേശം 2 ലക്ഷത്തിന് അടുപ്പിച്ച് ടിക്കറ്റുകൾ കിട്ടിയതൊന്നും മമ്മൂട്ടി ആരാധകരുമല്ല, സാധാരണ ന്യൂട്രൽ ഓഡിയൻസ് ആണ്. അപ്പോൾ ഈ ന്യൂട്രൽ ഓഡിയൻസിന് പോസിറ്റീവ് റിപ്പോർട്ടുകൾ വരുമ്പോൾ കൂടുതൽ പോകുന്നത് മോഹൻലാൽ ചിത്രത്തിനായോ മമ്മൂട്ടി ചിത്രത്തിനാണോ എന്ന് ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഒറ്റ ഉത്തരവേ ഉള്ളൂ. ആ ഉത്തരം ഞാൻ ഈ പറഞ്ഞ കണക്കുകളിൽ നിന്നും വ്യക്തമാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും. അതുകൊണ്ട് ഞാൻ ഇനി എടുത്തു പറയുന്നില്ല. കൃത്യമായി അതിഗംഭീരമായ റെസ്പോൺസും കൂടി കിട്ടിയതിന് ശേഷം കളങ്കാവലിൻ്റെ ബോക്സ് ഓഫീസ് കളക്ഷൻസ് എങ്ങനെയായിരിക്കും എന്നുള്ളത് ഉറ്റുനോക്കാം. പക്ഷേ ആദ്യത്തെ 24 മണിക്കൂറിൻ്റെ കണക്കിൽ ലാലേട്ടനെ തൊടാൻ മമ്മൂട്ടിക്ക് സാധിച്ചിട്ടില്ല എന്നുള്ളത് വ്യക്തമാക്കുന്നതാണ് ബോക്സ് ഓഫീസ് കളക്ഷനുകൾ, ബുക്ക് മൈ ഷോയുടെ റിപ്പോർട്ടുകൾ. ഇന്ത്യൻ സിനിമാ പ്രേക്ഷകർ ഒന്നാകെ ഒരു സിനിമയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ടെങ്കിൽ, നാളുകളായി അവർ എണ്ണിത്തുടങ്ങുന്നുണ്ടെങ്കിൽ അത് ജനനായകനാണ്. വിജയാരാധകർ മാത്രമല്ല, വിജയുടെ അവസാന ചിത്രം എന്ന രീതിയിൽ ഇന്ത്യൻ സിനിമാ പ്രേക്ഷകർ ഒട്ടാകെ കാത്തിരിക്കുന്ന ഒരു സിനിമ കൂടിയാണ് ജനനായകൻ. കഴിഞ്ഞ ദിവസം ജനനായകൻ്റെ ഒരു സ്റ്റില്ല് പുറത്തു വന്നു. അത് ഒഫീഷ്യലായിട്ടൊരു സ്റ്റില്ലല്ല, ഒരു സ്ക്രീനിൽ നിന്നും പകർത്തിയെടുത്ത ഒരു സ്റ്റില്ലാണ്. ആ സ്റ്റില്ല് ട്രെയിലറിലുള്ള രംഗമാണെന്നുള്ള സമൂഹ മാധ്യമങ്ങളിലെ വൈറലായ ക്യാപ്ഷൻസിന് പിന്നാലെയാണ് ഒരു സംശയം ഉയരുന്നത്. ജനനായകൻ്റെ ട്രെയിലർ ലീക്കായോ? ലീക്കായെങ്കിൽ അതെങ്ങനെ? ഈ ചോദ്യം സമൂഹ മാധ്യമങ്ങളിൽ വളരെയധികം വൈറലായി മാറുകയാണ്. ഒരു സ്റ്റില്ല്, അതിൻ്റെ കൂട്ടത്തിൽ ജനനായകൻ എന്ന പേര് എഴുതി വെച്ചേക്കുന്നതും കൂടി പുറത്തു വരുന്നൊരു സാഹചര്യം കൂടിയുണ്ട്. അവിടെ നിന്നുകൊണ്ടാണ് ജനനായകൻ എന്ന വിജയാരാധകർ മാത്രമല്ലാതെ ഇത്രയധികം പ്രേക്ഷകർ കാത്തിരിക്കുന്ന ഒരു സിനിമയുടെ ട്രെയിലർ ചോർന്നോ എന്ന സംശയങ്ങൾ ഉയരുന്നത്. ഒരു സിനിമയുടെ ട്രെയിലർ ചോരുന്നത് ഇത് ആദ്യമായിട്ടൊന്നും അല്ല കേട്ടോ. നമ്മൾ ഏറ്റവും കൂടുതൽ ആൻറ്റിസിപ്പേറ്റ് ചെയ്ത ഇന്ത്യൻ സിനിമയൊട്ടാകെയുള്ള പ്രേക്ഷകർ കാത്തിരുന്ന എമ്പുരാൻ എന്ന സിനിമയും നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും. അവർ റിലീസ് തീരുമാനിച്ചത്, അതായത് ട്രെയിലർ റിലീസ് തീരുമാനിച്ചത് ഒരു ദിവസം ഉച്ചയായിരുന്നു. പക്ഷേ അതിൻ്റെ തലേ ദിവസം രാത്രിയോടുകൂടി അതിൻ്റെ ട്രെയിലർ ചോരപ്പെടുകയാണ് ചെയ്തത്. അത് ചോർന്നുപോയി. ശ്രീ ഗോകുലം മൂവീസിൻ്റെ യൂട്യൂബ് ചാനലിൽ നിന്നുകൊണ്ടാണ് ഈ ചോർത്തൽ ഉണ്ടായത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അത് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് അൺലിസ്റ്റ് ചെയ്യുന്നതോ പ്രൈവറ്റ് ആക്കുന്നതോ എന്തോ ആയിട്ട് ബന്ധപ്പെട്ടാണ്. പക്ഷേ അത് പെട്ടെന്നാണ് ചോർന്നത്, അത് വ്യാപകമായി ചോർന്നു. അതിന് പിന്നാലെ അണിയറ പ്രവർത്തകർ നിസ്സഹായരായി അടുത്ത ദിവസം ഉച്ചയ്ക്ക് പ്ലാൻ ചെയ്തിരുന്ന ട്രെയിലർ റിലീസ് അവർ അർദ്ധരാത്രി കൊണ്ട് റിലീസ് ചെയ്തു. എല്ലാവരും ഉറക്കത്തിലായിരുന്നു. ആ സമയത്ത് രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോഴേക്ക് എമ്പുരാൻ്റെ ട്രെയിലർ ഒഫീഷ്യലി പുറത്തായി. ഇങ്ങനെയുള്ളൊരു സാധ്യത ഇതിനു മുമ്പ് നമ്മൾ വിറ്റ്നസ് ചെയ്തുകൊണ്ട് തന്നെയാണ് ജനനായകൻ്റെ ട്രെയിലർ ഇങ്ങനെ പോകുന്നൊരു സാധ്യതയും കൂടി വരുമ്പോഴേക്കും ആശങ്കകൾ ഉയരുന്നത്. ടെക്നോളജി ഭയങ്കരമായി വികസിപ്പിച്ചിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ എല്ലാം വളരെ സീക്രസിയോടെ മുന്നോട്ട് പോയാൽ മാത്രമേ പ്രേക്ഷകർക്ക് സർപ്രൈസ് കൊടുക്കാൻ പറ്റൂ എന്നുള്ള സാഹചര്യത്തിലേക്കും കൂടി നീളുമ്പോഴാണ് ജനനായകൻ്റെ ഉൾപ്പെടെയുള്ള ട്രെയിലർ പുറത്തേക്ക് വന്നോ, ലീക്ക് ചെയ്യപ്പെട്ടോ എന്ന ചോദ്യങ്ങൾക്ക് ഉത്തരമില്ലാതെ നിൽക്കുന്നത്. അത് ലീക്ക് ചെയ്യപ്പെട്ട സാഹചര്യം തന്നെയാണ് നിലവിലുള്ളത്. വിജയുടെ 69ാമത്തെ സിനിമയാണ് ജനനായകൻ. ഒരുപക്ഷെ വിജയുടെ കരിയറിലെ തന്നെ അവസാനത്തെ ചിത്രം. ഓഡിയോ ലോഞ്ച് നടക്കാൻ പോകുന്നത് ഡിസംബർ 27 മലേഷ്യയിൽ വെച്ചാണ്, ഇന്ത്യയിൽ പോലുമല്ല. സാധാരണ ഒരു വിജയ് ചിത്രത്തിൻ്റെ ഓഡിയോ ലോഞ്ച് നടക്കുന്നത് ഇന്ത്യയിലായിരിക്കും, തമിഴ്നാട്ടിലായിരിക്കും, മോസ്റ്റ് പ്രോബബ്ലി അത് ചെന്നൈയിലുമായിരിക്കും. പക്ഷേ ഇത്തവണ അതെല്ലാം മാറ്റിക്കൊണ്ടാണ് മലേഷ്യയിൽ കൊണ്ടുപോയി ഈ ഓഡിയോ ലോഞ്ച് വെച്ചിരിക്കുന്നത്. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ പലവിധ കാരണങ്ങളുണ്ട്.
ഒന്ന്, കരൂർ ദുരന്തവുമായി ബന്ധപ്പെട്ട് ഇവിടെ 41 പേരോളം ജീവനുകൾ നഷ്ടപ്പെട്ട ഒരു സാഹചര്യം വിജയുടെ മുന്നിലുണ്ട്. സിനിമ ഓഡിയോ ലോഞ്ചൊന്നുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ പോലും വിജയുടെ പൊളിറ്റിക്കൽ കരിയറുമായി ബന്ധപ്പെട്ടൊരു വലിയ തിരിച്ചടിയായിരുന്നു അത്. പക്ഷേ പിന്നീട് വിജയ്ക്ക് ഉയർത്തെഴുന്നേറ്റ് മതിയാവും. വിജയ് എന്ന നായക നടന് ജനങ്ങൾക്ക് മുന്നിൽ വന്നേ മതിയാവുകയുള്ളൂ. ആ സാഹചര്യത്തിൽ തമിഴ്നാട്ടിൽ വീണ്ടും ഒരു ഓഡിയോ ലോഞ്ച് ഫംഗ്ഷനോ അല്ലെങ്കിൽ ആളുകളുടെ കുത്തൊഴുക്കോ ഒന്നും വീണ്ടും കൊണ്ടുവരാൻ പറ്റാത്ത സാഹചര്യത്തിൽ വിജയ് ചെയ്തൊരു ഐഡിയ ആണ് മലേഷ്യയിൽ കൊണ്ടുപോയി ആ ഓഡിയോ ലോഞ്ച് വെക്കാമെന്നുള്ളത്. അങ്ങനെ മലേഷ്യയിൽ ആ ഓഡിയോ ലോഞ്ച് വെക്കാൻ അവർ തീരുമാനിക്കുകയും ചെയ്തു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ട്രെയിലർ തന്നെ ലീക്കായോ എന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ മാറുന്നത്. എച്ച് വിനോദിന്റെ സംവിധാനത്തിൽ പൂജ ഹെഗ്ഡെ, മമത ബൈജു വലിയ താരനിര തന്നെയാണ് ഈ സിനിമയിൽ അണിനിരക്കുന്നത്. ദളപതി കച്ചേരി എന്നൊരൊറ്റ ഗാനം കൊണ്ട് സോഷ്യൽ മീഡിയയിൽ തരംഗമായി മാറുകയും വിജയ് അനിരുദ്ധ് കോമ്പിനേഷനിൽ വീണ്ടും ഒരു അതിഗംഭീര ഗാനം കിട്ടി എന്നുള്ള ആഘോഷത്തിലൊക്കെ തന്നെയായിരുന്നു വിജയ് ആരാധകർ നിന്നിരുന്നത്. തിയേറ്റർ ബ്ലാസ്റ്റ് ആക്കാൻ കഴിയുന്ന ഒരു പാട്ട് അത് തന്നെയാണ് വിജയ് ആരാധകരും ഉറ്റുനോക്കിക്കൊണ്ടിരുന്നത്. ആ പാട്ടിൽ തന്നെ വിജയുടെ ഇതുവരെയുള്ള 68 സിനിമകളുടെയും പല റെഫറൻസുകളുമുണ്ട്. സിനിമ ഒട്ടാകെ തന്നെ അങ്ങനെ റെഫറൻസുകളാൽ നിറയ്ക്കും എന്നാണ് വിശ്വാസം. എച്ച് വിനോദാണ് സംവിധായകൻ. എച്ച് വിനോദിൻ്റെ കഴിഞ്ഞ കുറച്ച് സിനിമകളൊക്കെ തന്നെ പരാജയമായിരുന്നെങ്കിൽ പോലും ഇത്തവണ എച്ച് വിനോദ് അത് പ്രതീക്ഷകൾ തെറ്റിക്കില്ല എന്നാണ് വിശ്വാസം. വിജയ് ആരാധകരുടെ പ്രതീക്ഷ തെറ്റിക്കില്ല എന്നാണ് വിശ്വാസം. ആ രീതിയിലേക്ക് ഈ സിനിമ മാറോ എന്നുള്ളതൊക്കെ സംശയങ്ങൾ നിൽക്കുമ്പോഴാണ് ഇതിൻ്റെ ട്രെയിലർ പുറത്തു വരുന്നത്. ഞാൻ പറയട്ടെ, ഇതിൻ്റെ ട്രെയിലർ ലീക്കായിട്ടുണ്ടെങ്കിൽ അതീവ ഗുരുതരമായിട്ടാണ് കാര്യങ്ങൾ പോകുന്നത്, തർക്കമൊന്നുമില്ല. കാരണം ഇത്രയും വലിയൊരു സിനിമയുടെ ട്രെയിലർ ലീക്ക് ചെയ്യപ്പെടുക. ഏറ്റവും ഒടുവിൽ രാജമൗലി സംവിധാനം ചെയ്ത മഹേഷ് ബാബു, പൃഥ്വിരാജ് സുകുമാരൻ, പ്രിയങ്ക ചോപ്ര എന്നിവർ പ്രധാന വേഷത്തിലെത്തിയ വാരണാസി എന്ന സിനിമയുടെ ഫംഗ്ഷൻ സമയത്ത് രാജമൗലി പറഞ്ഞിരുന്നൊരു കാര്യമുണ്ട്. ആ വലിയ സ്ക്രീനിൽ അവർ ആ ട്രെയിലർ ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ട് ഇരിക്കുകയായിരുന്നു. ട്രെയിലർ അല്ല, ഒരു ടൈറ്റിൽ ലോഞ്ച് ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടി ഇരിക്കുകയാണ്. അത് ഏതോ ഡ്രോണുകാർ വന്ന് ഷൂട്ട് ചെയ്ത് പോയി ആ വിഷ്വൽസ് നേരത്തെ പ്രേക്ഷകരിലേക്ക് എത്തി, ഒഫീഷ്യൽ ആക്കുന്നതിന് മുമ്പേ തന്നെ. അങ്ങനെ ഒരിടത്ത് പോലും പ്ലേ ചെയ്യാൻ കഴിയാത്ത, അതീവ സീക്രസിയോടെ പ്ലേ ചെയ്താൽ പോലും നമ്മുടെ കയ്യിലിരിക്കുന്ന മൊബൈൽ ഫോൺ വെച്ചിട്ട് ആർക്കും എന്തും പകർത്താം, എവിടെയും ലീക്ക് ചെയ്യാം എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ മാറുന്നുണ്ട്. ഇത് ട്രെയിലറിന് മാത്രമല്ലല്ലോ, നമ്മളൊരു സിനിമ തിയേറ്ററുകളിലേക്ക് കൊണ്ടുവരുമ്പോൾ പോലും ആ തിയേറ്ററിൽ നിന്നും തിയേറ്റർ വിഷ്വൽസ് ഷൂട്ട് ചെയ്തുകൊണ്ട് പല പല വെബ്സൈറ്റുകളിൽ ഇടുകയും ടെലഗ്രാം പോലുള്ള ആപ്പുകളിൽ അത് യൂസ് ചെയ്യുകയും ഈ തിയേറ്റർ പൈറേറ്റഡ് കോപ്പീസ് വിൽക്കുകയും ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്. ഇന്നും അത് വളരെയധികം തരംഗമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. എത്രയോ ബ്രഹ്മാണ്ഡ സിനിമകൾ വരുമ്പോൾ പോലും തൊട്ടടുത്ത ദിവസം അതിൻ്റെ തിയേറ്റർ കോപ്പി അല്ലെങ്കിൽ തിയേറ്റർ പ്രിൻ്റ് പുറത്തു വരുന്ന സാഹചര്യങ്ങൾ നമ്മുടെ മുന്നിൽ എത്രയോ കണ്ടിട്ടുണ്ട്. അതിന് പിന്നിൽ എന്താണ്, അതിന് ആളുകളെ പിടികൂടിയതിനു ശേഷം പിന്നീട് എന്താണ് സംഭവിക്കുന്നതെന്ന് പോലും അറിയില്ല. അങ്ങനെ നിർമ്മാതാക്കളുടെ കോടികളുടെ നഷ്ടങ്ങൾ സംഭവിച്ച എത്രയോ സിനിമകൾ ഉദാഹരണങ്ങളായിട്ട് നമ്മുടെ മുന്നിലുണ്ട്. ആ ഒരു പശ്ചാത്തലത്തിൽ ഒരു ട്രെയിലർ ഇത്രയും അധികം ആൻറ്റിസിപ്പേറ്റഡ് ആയിട്ടുള്ള, പ്രേക്ഷകർ ഇത്രയധികം കാത്തിരിക്കുന്ന മറ്റൊരു സിനിമയും ഉണ്ടാകില്ല. ആ ഒരു സിനിമയുടെ ട്രെയിലർ ഇതുപോലെ സ്റ്റില്ലുകളാണെങ്കിൽ സ്റ്റില്ലുകൾ ലീക്ക് ചെയ്യപ്പെടുക, പുറത്തു വരിക എന്ന് പറയുന്നത് ഒരു മാർക്കറ്റിംഗ് തന്ത്രമാണെന്ന് ആരെങ്കിലും പറയുകയാണെങ്കിൽ ഞാനതിന് 100% നിഷേധിക്കും. ഒരു വിജയ് ചിത്രത്തിൻ്റെ ട്രെയിലർ ലീക്ക് ചെയ്തിട്ട് വേണ്ട ഒരു വിജയ് ചിത്രത്തിന് ഹൈപ്പ് കയറ്റാൻ. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, വിജയ് എന്ന നടൻ്റെ, അദ്ദേഹം തന്നെ പറയുന്ന പോലെ കരിയറിന് ഉച്ചത്തിൽ, അദ്ദേഹത്തിൻ്റെ കരിയറിൻ്റെ പീക്ക് പോയിന്റിലാണ് അദ്ദേഹം രാഷ്ട്രീയത്തിലേക്ക് പോകുന്നത്. 69ാമത്തെ സിനിമയൊക്കെ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ പീക്ക് നിൽക്കുന്നതെന്ന് പറയാം. കാരണം ഇപ്പോഴാണ് അദ്ദേഹം ഓരോ ഈ ഇൻഡസ്ട്രിയുടെ സ്കീമാറ്റിക്സ് മാറ്റുക, ഇൻഡസ്ട്രിയുടെ ബൗണ്ടറീസ്, അതിർവരമ്പുകൾ താണ്ടി മുന്നോട്ട് കൊണ്ടുപോവുക, ഓരോ സിനിമയുടേക്കും അതിൻ്റേതായ മാർക്കറ്റ് വൈഡൻ ചെയ്ത് കൊടുക്കുന്ന ഒരു നായക നടനുണ്ടെങ്കിൽ അത് വിജയാണ്. അങ്ങനെ മാർക്കറ്റിംഗ് വൈഡൻ ചെയ്യുന്ന ഒരു നായകന് ഒരു വിജയ് ചിത്രത്തിന് ഹൈപ്പ് കയറ്റണമെങ്കിൽ, അത് ആളുകളിലേക്ക് കൂടുതൽ എത്തിക്കണമെങ്കിൽ ഉള്ള ഒരു ചീപ്പ് സ്ട്രാറ്റജിയാണ് ഇതുപോലുള്ള ട്രെയിലറിൻ്റെ ക്ലിപ്പിങ്ങുകളൊക്കെ ലീക്ക് ചെയ്യപ്പെടുന്നതെന്നൊക്കെ പറയുന്ന മണ്ടത്തരങ്ങളായ പല ഫേസ്ബുക്ക് പോസ്റ്റുകളും ഞാൻ കണ്ടു. അതിനൊക്കെ മണ്ടത്തരമെന്ന് മാത്രമേ വിളിക്കാൻ സാധിക്കുകയുള്ളൂ. കാരണം ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഈ നടൻ്റെ ഒരു ട്രെയിലറോ ഒരു പാട്ടോ നിങ്ങൾ യൂട്യൂബിൽ റിലീസ് ചെയ്ത് നോക്കൂ, കൂടുതൽ തരംഗമായി മാറുകയും കൂടുതൽ റെക്കോർഡുകൾ തീർക്കുകയും ചെയ്യുന്നൊരു സാഹചര്യമാണുള്ളത്. അങ്ങനെ ഒരു നടന് തൻ്റെ സിനിമയ്ക്ക് ഹൈപ്പ് കൂട്ടാൻ വേണ്ടിയിട്ട് ട്രെയിലറിൻ്റെ 2-3 സ്റ്റില്ലുകൾ ലീക്ക് ചെയ്യുക എന്ന് പറയുന്നിടത്തോളം മണ്ടത്തരം വേറൊന്നുമില്ല. ഇന്ത്യൻ സിനിമയിൽ തന്നെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ സാലറി വാങ്ങുന്നതിൽ മുന്നിൽ നിൽക്കുന്ന നായകൻ, ഞാൻ പറയുന്നത് തമിഴ് സിനിമ മാത്രമല്ല, ഇന്ത്യൻ സിനിമയിൽ അങ്ങനെ ഒരു താരത്തിന് ഇത്രയധികം ഫാൻ ഫോളോയിങ് ഉള്ള ഒരു താരത്തിൻ്റെ സിനിമകൾ അതിൻ്റെ ട്രെയിലർ ലീക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മനഃപൂർവ്വം അണിയറ പ്രവർത്തകർ ചെയ്തതാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ വെറുതെ നമ്മൾ തള്ളിക്കളയുക എന്നതിനപ്പുറത്തേക്ക് വേറൊന്നുമില്ല. അപ്പോൾ ആ ഒരു സാഹചര്യത്തിലൂടെയാണ് ജനനായകൻ ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് എന്നുള്ളൊരു പശ്ചാത്തലം കൂടെ നിൽക്കെ എങ്ങനെയാണ് ഇത് ലീക്ക് ചെയ്യപ്പെടുന്നത്, അല്ലെങ്കിൽ ലീക്ക് ചെയ്യപ്പെട്ടത് ഏതൊക്കെ ഭാഗങ്ങളാണ് എന്നൊന്നും അറിയില്ല. പക്ഷെ എന്തായാലും ഈ ഒരു സ്റ്റില്ല് പുറത്തു വന്നത് കൊണ്ട് തന്നെ ഇത് ഒഫീഷ്യൽ അല്ല. ഒഫീഷ്യൽ അല്ലാത്ത എന്ത് പുറത്തു വന്നാലും അത് ചോർത്തപ്പെട്ടത് തന്നെയാണ്. അതിനകത്ത് തർക്കമൊന്നും ആർക്കും വേണ്ട.
അപ്പോൾ അങ്ങനെ ചോർത്തപ്പെട്ടൊരു സാഹചര്യം എങ്ങനെ ഉണ്ടായി, എങ്ങനെ അത് സൃഷ്ടിച്ചു എന്നത് സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾക്ക് മറുപടി ലഭിക്കേണ്ടതുണ്ട്. ഓഡിയോ ലോഞ്ചിന് വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ് ജനങ്ങൾ. പലരും ഇപ്പോഴേ ഓഡിയോ ലോഞ്ചിൻ്റെ സീറ്റുകൾ ബുക്ക് ചെയ്യപ്പെട്ടിരിക്കുന്നു. കാരണം ഈ മാസം 27-ാം തീയതിയാണ് ഓഡിയോ ലോഞ്ച്. ജനങ്ങൾ കാത്തിരിക്കുന്ന ഓഡിയോ ലോഞ്ച്. മലേഷ്യയിലാണ് ഓഡിയോ ലോഞ്ച് നടക്കുന്നതെങ്കിൽ പോലും ലോകമൊട്ടാകെയുള്ള പല വിജയ ആരാധകരും കാത്തിരിക്കുന്ന ഒരു സിനിമ കൂടെയാണ് ജനനായകൻ. ആ ഓഡിയോ ലോഞ്ചിനും അത്രയധികം പ്രേക്ഷകർ കാത്തിരിക്കുകയാണ്. ഏകദേശം ആ ബുക്കിങ്ങുകൾ തുടങ്ങി നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ പലതരത്തിലുള്ള സീറ്റുകൾ വിറ്റുപോയിട്ടുള്ളതാണ് റിപ്പോർട്ടുകൾ ലഭിക്കുന്നത്. പലരും ഇപ്പോൾ തന്നെ ജനനായകൻ ഓഡിയോ ലോഞ്ചിന് വേണ്ടിയിട്ട് അങ്ങോട്ടേക്ക് പോകാൻ തയ്യാറെടുക്കുന്നുണ്ടാവാം. ഈ വീഡിയോ കാണുന്ന ചിലർ പോലും അങ്ങനെ ചെയ്യുന്നുണ്ടായിരിക്കാം, ചിലർ അതിന് വേണ്ടിയിട്ട് കാത്തിരിക്കുന്നതായിരിക്കും. എന്തായാലും ജനുവരി 9-ാം തീയതി തന്നെ ചിത്രം റിലീസിനെത്തും എന്നുള്ളതാണ് ഇതുവരെയുള്ള ഔദ്യോഗികമായ കണക്കുകൾ. അതായത് അടുത്ത മാസം എത്താൻ പോവുകയാണ്. വിജയുടെ അവസാനത്തെ സിനിമ എന്ന ലേബലിൽ തന്നെയാണ് പുറത്തേക്ക് ഇറക്കുന്നത്. അതിനുശേഷം അദ്ദേഹം പൂർണ്ണമായും രാഷ്ട്രീയത്തിലേക്ക് പോകുമെന്ന് പറയുമ്പോൾ പോലും വിജയ ആരാധകർക്ക് അത് പൂർണ്ണമായിട്ട് ഇപ്പോഴും ഉൾക്കൊള്ളാൻ സാധിച്ചിട്ടില്ല. ഇനിയും അദ്ദേഹത്തിൻ്റെ സിനിമകൾ വരണമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്ന വിജയ ആരാധകരെക്കാൾ കൂടുതലുള്ള ന്യൂട്രൽ ഓഡിയൻസ് ഇപ്പോഴുമുണ്ട്. അവരോട് എന്ത് സമാധാനം പറയണമെന്നും അറിയില്ല. പക്ഷേ വിജയ് വീണ്ടും തിരശ്ശീലയിലേക്ക് വരണമെന്ന് തന്നെയാണ് ഏവരും പ്രാർത്ഥിക്കുന്നതും ഉറ്റുനോക്കുന്നതും സാധാരണ പ്രേക്ഷകർ നമ്മളെപ്പോലുള്ളവർ തന്നെ ആഗ്രഹിക്കുന്നതും അതുതന്നെയാണ്. നമസ്കാരം. ഒരു സിനിമയുടെ റിലീസ് ഡേറ്റ് അവർ അനൗൺസ് ചെയ്യുന്നു. ഡിസംബർ 18 ഇരിക്കട്ടെ. ഇന്ന് ഡിസംബർ 6. റിലീസിന് ഇനി 12 നാൾ മാത്രം ബാക്കി. സാധാരണ ഒരു സിനിമയ്ക്ക് 12-15 നാളുകൾ അവസാന ദിവസങ്ങളിലേക്ക് വരുമ്പോൾ അവർ ചെയ്യുന്നത് മിനുക്ക് പണികൾ തീർക്കുക, എന്തെങ്കിലും കുറച്ചൊക്കെ എക്സ്ട്രാ ആഡ് ചെയ്യുക, ഫൈനൽ ഔട്ട് തന്നെ വീണ്ടും കണ്ടുകൊണ്ടിരിക്കുക, ഒരു തൃപ്തി വരുന്നത് വരെ. ഇതൊക്കെയാണ് സാധാരണയായി കാണുന്നത്. പക്ഷെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ, അവസാനത്തെ ആഴ്ചകളിൽ ഒരാളെ മാറ്റുക, അണിയറ പ്രവർത്തകരിൽ വീണ്ടും ഒരാളെ തിരുത്തുക, പുതിയൊരാളെ കൊണ്ടുവരിക. ഇതൊക്കെ കേട്ടുകേൾവിയേക്കാൾ കൂടുതൽ എന്താണ് ആ സിനിമയ്ക്ക് സംഭവിച്ചിരിക്കുന്നത് എന്നുള്ള ആശങ്കയും കൂടി പറഞ്ഞു വരുന്നത് ബബ്ബ എന്ന സിനിമയെക്കുറിച്ചാണ്. ഈ സിനിമയുടെ സംഗീതവുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ ആദ്യമായിട്ട് ഈ വാർത്ത ബ്രേക്ക് ചെയ്യുന്നത്. മറ്റേതൊരു മാധ്യമവും പുറത്തുവിടുന്നതിനേക്കാൾ മുമ്പ് നമ്മൾ ആദ്യം പുറത്തുവിട്ട വാർത്തയാണ് ഷാൻ റഹ്മാനെ മാറ്റുന്നു, പുതിയൊരു സംഗീത സംവിധായകനെ കൊണ്ടുവരുന്നു എന്ന് പറഞ്ഞിട്ട്. നമ്മൾ ആ സമയത്ത് 2 പ്രോബബിലിറ്റിയാണ് പറഞ്ഞത്. ഒന്നുകിൽ ഷാൻ റഹ്മാൻ ഈ സിനിമയിൽ പ്രവർത്തിക്കും, കൂട്ടത്തിൽ ഒരാളെയും കൂടെ കൊണ്ടുവരും, അല്ലെങ്കിൽ ഷാൻ റഹ്മാനെ പൂർണ്ണമായും മാറ്റിക്കൊണ്ട് വേറൊരു സംഗീത സംവിധായകനെ കൊണ്ടുവരും എന്നത് സംബന്ധിച്ചായിരുന്നു. നമ്മുടെ പ്രഡിക്ഷൻ തെറ്റിയില്ല. പിന്നീടുള്ള ഒഫീഷ്യൽ പോസ്റ്റേഴ്സിലൊക്കെ തന്നെ ഷാൻ റഹ്മാൻ മാത്രമല്ല ഈ സിനിമയുടെ സംഗീതം സംവിധാനം ചെയ്യുന്നത്, ഗോപി സുന്ദർ ഈ സിനിമയുടെ ഭാഗമാവുന്നുണ്ട് എന്നുള്ളത് പുറത്തു വന്നു. അതായത് ഷാൻ റഹ്മാൻ ഇതിൻ്റെ പാട്ടുകൾ കൈകാര്യം ചെയ്യും, BGM കൈകാര്യം ചെയ്യുന്നത് ഗോപി സുന്ദറാണ്. ആ വാർത്ത ഏകദേശം 1 മാസത്തോളം മുമ്പാണ് നമ്മൾ കൊടുത്തതും ഒഫീഷ്യലി വന്ന വോൾ പോസ്റ്റേഴ്സിൽ ഉൾപ്പെടെ അവർ ഗോപി സുന്ദറിൻ്റെ പേര് ഹൈലൈറ്റ് ചെയ്യുകയും ചെയ്തത്. അല്ലാണ്ട് സിനിമാ പ്രവർത്തകർ ഇതുവരെ ഒരു ഒഫീഷ്യലായിട്ട് വെൽക്കം ഓൺ ബോർഡ് ഗോപി സുന്ദർ എന്ന് പറഞ്ഞൊരു പോസ്റ്റർ അവർ ഇറക്കിയിട്ടില്ല. നിങ്ങൾ ബബ്ബയുടെ പോസ്റ്റേഴ്സ് കണ്ടാൽ മനസ്സിലാവും. ഇപ്പോഴത്തെ പോസ്റ്റേഴ്സും മുന്നത്തെ പോസ്റ്റേഴ്സും മനസ്സിലാക്കണം. മുന്നത്തെ പോസ്റ്റേഴ്സിൽ മ്യൂസിക് ഷാൻ റഹ്മാൻ എന്ന് മാത്രമായിരുന്നെങ്കിൽ നിങ്ങൾക്ക് ബബ്ബ ട്രെയിലർ ടീസർ യൂട്യൂബിൽ പോയാലും കാണാം, മ്യൂസിക് ഷാൻ റഹ്മാൻ എന്ന് മാത്രമാണ്. പക്ഷേ ഇത്തവണ പോസ്റ്റേഴ്സൊക്കെ പോയി നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും സോങ്സ് ഷാൻ റഹ്മാനും BGM ഗോപി സുന്ദറിനുമാണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ വീണ്ടും ഒരു ട്വിസ്റ്റ് വരുന്നത്, ഇതൊരു അൺഒഫീഷ്യലാണ്, റിപ്പോർട്ടുകൾ മാത്രമാണ്. ഇതിനകത്ത് റിപ്പോർട്ട്സ് എന്ന രീതിയിൽ തന്നെയാണ് ഞങ്ങളും ഈ വാർത്തയായിട്ട് മുന്നോട്ട് പോകുന്നത്. എഡിറ്റർ ആയ രഞ്ജൻ അബ്രഹാമിനെ മാറ്റിക്കൊണ്ട് ചമൻ ചാക്കോയും കൂടി വരുന്നു എന്നുള്ളതാണ്. അതായത് ഈ സിനിമയുടെ അവസാനത്തെ ലാപ്പിലാണ്. അവസാനത്തെ 2 ആഴ്ചകൾ പോലും ഇല്ല ഇനി റിലീസിലേക്ക്. ദിലീപിനെ സംബന്ധിച്ചിടത്തോളം മറ്റന്നാൾ വിധിയാണ്. മറ്റന്നാൾ ദിലീപിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നിർണായകമായ അദ്ദേഹത്തിൻ്റെ ജീവിതം തുലാസിൽ നിൽക്കുന്ന വിധിയാണ് വരുന്നത്. ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി, കഴിഞ്ഞ 2-3 ദിവസങ്ങളായിട്ട് പല പുതിയ സ്റ്റേറ്റ്മെൻറ്റുകളാണ് വരുന്നത് ദിലീപിനുമായി ബന്ധപ്പെട്ട്, പ്രോസിക്യൂഷനുമായി ബന്ധപ്പെട്ട് അവിടെ കോടതിയിൽ എന്തൊക്കെയാണ് വാദിച്ചത് തുടങ്ങി നിരവധി കാര്യങ്ങൾ ഇപ്പോഴും പുറത്തു വന്നിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഒരു സിനിമയ്ക്ക് അതിൻ്റെ ക്രൂ മെമ്പേഴ്സിനെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ് പ്രേക്ഷകരിൽ നിന്നും ചിന്തിക്കേണ്ടതെന്നൊരു ചോദ്യമുണ്ട്. അതുകൊണ്ടാണ് റിപ്പോർട്ടുകൾ മാത്രമാണ് ഞാൻ പറയുന്നത്. ആദ്യം നിങ്ങൾ സംഗീത സംവിധായകനെ പുതിയൊരാളെ കൊണ്ടുവരുന്നു, ഇപ്പോൾ എഡിറ്റിങ്ങിലും പുതിയൊരാളെ കൊണ്ടുവരികയാണെങ്കിൽ പ്രേക്ഷകരുടെ വിശ്വാസമാണ് ചോദ്യം ചെയ്യപ്പെടുന്നത്. എന്താണ് ഈ പ്രോഡക്റ്റിന് സംഭവിക്കുന്നത്, ബബ്ബയ്ക്ക് എന്താണ് സംഭവിക്കുന്നത്, ഇത് വേണ്ട രീതിയിൽ പുറത്ത് വന്നിട്ടില്ലേ ഔട്ട്, അതുകൊണ്ടാണോ ആശങ്കയോടുകൂടി പുതിയ പരീക്ഷണങ്ങളിലേക്ക് കാര്യങ്ങൾ മാറുന്നത് എന്നുള്ള ചോദ്യങ്ങൾ വരുന്നുണ്ട്. നിങ്ങൾ സംഗീത സംവിധായകനെ മാറ്റുന്നത് പോലെ അല്ല. അപ്പോൾ പോലും നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്ന കാര്യം ഗോപി സുന്ദർ ആയാലും ജെയ്ക്സ് ബിജോ ആയാലും ആരെയായാലും ഈ സിനിമയിലേക്ക് വന്നാൽ പോലും അവർക്ക് വർക്ക് ചെയ്യാനുള്ള ടൈം ഉണ്ടാകുമോ എന്നതായിരുന്നു. പക്ഷേ എന്തായാലും ഗോപി സുന്ദർ ആ ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് ഇപ്പോൾ അദ്ദേഹം ആ വർക്കുകളുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇവിടെ ഒരു ചോദ്യം, ചമൻ ചാക്കോ അല്ലെങ്കിൽ ഒരു പുതിയ എഡിറ്ററാണ് ഇവിടെ വരുന്നതെങ്കിൽ എന്താണ് കളിക്കുന്നത്? ഇത്ര ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കുക, അല്ലെങ്കിൽ റിലീസ് ഡേറ്റ് മാറ്റാനുള്ള പരിപാടിയാണോ? ഇതുപോലുള്ള ഒരുപാട് ചോദ്യങ്ങളും സംശയങ്ങളും ഒക്കെ ഇങ്ങനെ നിൽക്കുകയാണ്. സ്വാഭാവികമായിട്ടുള്ള ചോദ്യങ്ങളും സംശയങ്ങളുമാണത്.
കാരണം സോഷ്യൽ മീഡിയയിൽ പരക്കെ ഇപ്പോൾ ആ ബസ് നടക്കുന്നുണ്ട്, എഡിറ്റർ മാറ്റപ്പെടുന്നു എന്നുള്ളത് സംബന്ധിച്ച്, അല്ലെങ്കിൽ ഒരു പുതിയ എഡിറ്ററും കൂടി വരാൻ പോവുകയാണ് സംബന്ധിച്ച്. അപ്പോൾ വരുമ്പോഴാണ് സാധാരണ ഇങ്ങനെയുള്ള മാറ്റങ്ങളൊക്കെ സംഭവിക്കുമ്പോൾ ആ പ്രോഡക്റ്റിന് എന്തോ ഒരു പ്രശ്നമുണ്ടെന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ മാറുന്നു. ഞാൻ ഇപ്പോഴും ആവർത്തിക്കുന്നു, ബബ്ബബ എന്ന സിനിമയെ ഡീഗ്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ടോ നെഗറ്റീവ് അടിക്കാൻ വേണ്ടിയിട്ടോ ഒന്നുമല്ല ഈ സംസാരിക്കുന്നത്. ഒരു വാർത്ത അല്ലെങ്കിൽ ഒരു കാര്യം വരുമ്പോൾ, അല്ലെങ്കിൽ അണിയറയിൽ ഒരു പിന്മാറ്റമോ അല്ലെങ്കിൽ ഒരു പുതിയൊരു മാറ്റമോ നടക്കുമ്പോഴേക്കും അത് സംസാരിക്കപ്പെടുന്നു, അത് ചോദ്യം ചെയ്യപ്പെടുന്നു എന്നതിനേക്കാൾ ഉപരി ഈ പ്രോഡക്റ്റിൽ നെഗറ്റീവ് ആക്കി കാണിക്കേണ്ടതുമില്ല. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ബബ്ബബയുമായി ബന്ധപ്പെട്ട എത്രയോ പോസിറ്റീവ് വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. അങ്ങനെ അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു നെഗറ്റീവ് വീഡിയോയ്ക്ക് വേണ്ടിയിട്ടല്ല ഉദ്ദേശം. പക്ഷെ ചോദ്യം, ഈ നാളുകൾ ഇത്രയും മാത്രം ബാക്കിയുള്ളപ്പോൾ എന്തുകൊണ്ടാണ് പുതിയ പരീക്ഷണങ്ങൾ എന്ന് സംബന്ധിച്ചാണ്. അപ്പോഴാണ് ഈ പ്രോഡക്റ്റിന് മേൽ ചോദ്യങ്ങൾ വരുന്നത്. അത്ര വിശ്വാസമില്ലേ? എന്താണ് ചെയ്തെടുത്തിരിക്കുന്നത്? എന്തുകൊണ്ടാണ് ഇങ്ങനെ അവസാന നിമിഷങ്ങൾ മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ള സ്വാഭാവികമായ ചോദ്യങ്ങൾ. അങ്ങനെയൊന്നും കേട്ടുകേൾവി പോലും ഇവിടെ ഉണ്ടായിട്ടില്ല. സംവിധായകരെയൊക്കെ മാറ്റിയ ചരിത്രങ്ങളുണ്ട്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ തന്നെ ഓസ്റ്റിൻ ഡാൻ തോമസിൻ്റെ സംവിധാനത്തിൽ വരാനിരുന്ന ആഷിഖ് ഉസ്മാൻ സിനിമയിൽ നിന്ന് ഓസ്റ്റിൻ ഡാൻ തോമസിൻ്റെ പേര് മാറ്റി ഇപ്പോൾ തരുൺ മൂർത്തി വരുന്നു. അതൊരു പുതിയ പ്രോജക്റ്റാണെന്നാണ് പറയുന്നതെങ്കിൽ പോലും സംവിധായകരൊക്കെ മാറ്റുന്നത് ആദ്യഘട്ട സ്റ്റേജുകളിലൊക്കെ സ്വാഭാവികമായ കാര്യങ്ങളാണ്. അണിയർ പ്രവർത്തകരെയും പിന്നീടുള്ള സ്റ്റേജിൽ മാറ്റുന്നതും സ്വാഭാവികമാണ്. ഇപ്പോൾ എഡിറ്ററായ നിഷാദ് യൂസഫ് മരണപ്പെട്ടപ്പോൾ ആ വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പുതിയൊരു എഡിറ്റർ ഓൺ ബോർഡ് വരുന്നതും ഒക്കെ സ്വാഭാവികമായിട്ടുള്ള കാര്യങ്ങളാണ്. ഞാൻ പറയുന്നത് അതുപോലുള്ള സാഹചര്യങ്ങൾക്കൊക്കെ വേറൊരു വഴിയില്ല, മാറ്റങ്ങൾ വരും, സ്വാഭാവികം. പക്ഷേ ഒരു വിശ്വാസത്തെ ചോദ്യം ചെയ്യപ്പെടുന്ന ഈ അണിയർ പ്രവർത്തകരെ വെച്ച് മുന്നോട്ട് കൊണ്ടുപോകാമെന്ന് ആദ്യം തീരുമാനിച്ച് ഷൂട്ടിംഗ് കഴിഞ്ഞ് ഡബ്ബിങ്ങും കഴിഞ്ഞ് പോസ്റ്റ് പ്രൊഡക്ഷൻ്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തി നിൽക്കുമ്പോഴാണ് ഈ അണിയർ പ്രവർത്തകരുടെ ഈ ചേഞ്ചസ് കൂടുതൽ ആശങ്ക പ്രേക്ഷകരിലേക്ക് ഉണ്ടാകുന്നത്. ഈ സിനിമ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ദിലീപിന് വളരെ നിർണായകമായ ഒരു സിനിമയാണ്. മോഹൻലാൽ ഇതിനകത്ത് ക്യാമിയോ വിഷയത്തിൽ വരുന്നുണ്ട്. ഒരു വലിയ താരനിര ഈ സിനിമയിൽ അണിനിരക്കുന്നുണ്ട്. ഒഫീഷ്യൽ പോസ്റ്റേഴ്സ് പ്രകാരം റെഡിൻ കിൻസ്ലിയും ബാലു വർഗീസും ശരണ്യ പൊൻവർണ്ണനും മണിയമ്പിള്ള രാജുവും അശോകനും ദേവനും റിയാസ് ഖാനും അങ്ങനെ ഒരു വലിയ താരനിര ഈ സിനിമയിൽ അണിനിരക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ ചോദ്യങ്ങൾ വരുമ്പോഴാണ് എന്താണ് സംഭവിക്കുന്നത്, എന്താണ് ഈ സിനിമയ്ക്കുള്ളിൽ സംഭവിക്കുന്നത്? വർക്കുകൾ പൂർണ്ണമാവാത്തത് കൊണ്ടാണോ ഇങ്ങനെ നടക്കുന്നത്? അതോ ഇനി റിലീസ് ഡേറ്റ് മാറ്റുമോ? അതോ ഇവർ മേലുള്ള വിശ്വാസമില്ലാത്തതുകൊണ്ടാണോ? തുടങ്ങിയ 100 ചോദ്യങ്ങളും സംശയങ്ങളും നിലവിൽ നിൽക്കുന്നൊരു സാഹചര്യം ഉണ്ടാകുകയും ചെയ്യുന്നത്. എന്തായാലും ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പ്രകാരമാണ് എഡിറ്റിങ്ങിലും ഒരു മാറ്റം സംഭവിക്കാൻ പോകുന്നു. അല്ലെങ്കിൽ ഒരു ജോയിൻറ്റ് എഡിറ്റിംഗ് വെഞ്ചറിലേക്ക് രഞ്ജൻ എബ്രഹാം അല്ലെങ്കിൽ ചമൻ ചാക്കോയിലേക്ക് പോകും, അല്ലെങ്കിൽ വേറൊരു എഡിറ്ററിലേക്ക് വരാം. ചമൻ ചാക്കോ ആണ് നിലവിൽ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന പേര്. ആ ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ മാറുകയാണോ എന്നുള്ള സംശയങ്ങൾക്കും ചോദ്യങ്ങൾക്കും പ്രസക്തി ഏറുന്നത്. വൈറൽ ചായയുടെ ഇന്നത്തെ എപ്പിസോഡ് പൂർണ്ണമാവുകയാണ്. മറ്റൊരു വിശേഷങ്ങളും വാർത്തകളുമായി വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.